സ്വാഗതം. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി വാദിക്കുന്നു, സമരമുണ്ടാക്കുന്നു. പക്ഷേ സ്ത്രീയും പുരുഷനും പോലെ തന്നെ തുല്യ അവകാശമുള്ള മറ്റൊരു വിഭാഗമുണ്ട് ഇവിടെ, TG എന്ന് വിളിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതാണ് ഇന്നത്തെ വിഷയം. ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ട്രാൻസ്ജെൻഡറായ ഹരിണി, TG ശീതൾ, TG സൂര്യ, അഡ്വക്കേറ്റ് ആശ, TG രഞ്ജിനി പിള്ള, സോഷ്യൽ ആക്ടിവിസ്റ്റും സഹയാത്രിക എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശരത് ചേലൂർ, സഹയാത്രികയുടെ കോർഡിനേറ്റർ ബീന, സഹയാത്രികയുടെ ഫൗണ്ടർ മെമ്പറായ ദീപ. ഇവരോടൊപ്പം സന്ധ്യ രാജേഷ്, CBO വൈസ് പ്രസിഡന്റ്, ശ്രീകുട്ടി, ശ്രീ, ലീല, രഞ്ജിനി, അപൂർവ, സ്നേഹ, മൈന. ശരത്ത് സഹയാത്രിക എന്നൊരു ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതെ. ഈ ഒരു വിഭാഗത്തെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ താല്പര്യവുമില്ല. അവരെ മറന്നു നിൽക്കുന്ന ഒരു മട്ടാണ്. ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനൊരു മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ്ബിയൻ, ബൈസെക്ഷൽ, അതുപോലെ തന്നെ ട്രാൻസ്മെൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഒരു ലിംഗസ്വത്വത്തിൽ ഇല്ലെങ്കിൽ ലൈംഗികതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ നിന്നും അവരെ തന്നെ പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും ഒക്കെ അവരൊരുപാട് വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിക്രമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്മെൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രാൻസ് വിമണിനെ കുറിച്ചിട്ടാണ് ഇവിടെ കേരളത്തിൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ വിസിബിലിറ്റി അവർക്കാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വളരെ ധൈര്യപൂർവ്വം ഇപ്പോൾ IPC 377-നെതിരായിട്ടുള്ള ഒരു വിധി വന്നതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് ആളുകൾ കമൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ധൈര്യത്തിൽ ട്രാൻസ് വിമൺ ഒരുപാട് ആൾക്കാർ പുറത്തു പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ട്രാൻസ്മെൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പുറത്തു വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്യൂസിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുകയും അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടോ ഇല്ലെങ്കിൽ ഇമോഷണലായിട്ടോ അങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഹയാത്രിക എന്നൊരു സംഘടന നിലകൊള്ളുന്നത്. ബീന, ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത പല ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾക്ക് അംഗീകരിക്കാൻ പോലും പലരും മടിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബീന ഒന്ന് വ്യക്തമാക്കി തന്നാൽ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. എന്താണ് ട്രാൻസ്ജെൻഡർ? പൊതുവേ നമ്മൾ ശരത്ത് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ആണിൽ ഒരു നമ്മൾ ജനിക്കുന്ന ഒരു ലിംഗസ്വത്വത്തിൽ നിന്ന് എതിർലിംഗത്തിലേക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ട് തന്നെ പരിവർത്തനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഇഷ്യൂ പറയുമ്പോൾ തന്നെ എപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീയായിട്ട് ജീവിക്കുന്ന മെയിൽ ടു ഫീമെയിലായ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂകളാണ് എപ്പോഴും നമ്മുടെ മീഡിയ ആണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്ത് തരത്തിലാണെങ്കിലും ഇപ്പോൾ കുറച്ചെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ആനുകൂല്യങ്ങളെല്ലാം പരിഗണനയിലുള്ള സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കേരള സർക്കാർ നടത്തിയ സർക്കാരിൻ്റെ സാമൂഹ്യ നീതിക്ഷേമ വകുപ്പ് നടത്തിയ സർവേയിൽ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സർവേ ചെയ്യാനുള്ള ഒരു സംസ്ഥാനതല കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. പക്ഷെ അതിനകത്തും നമ്മൾ കണ്ട ഒരു നേരിട്ടൊരു വലിയൊരു ദുഃഖകരമായ കാര്യമാണ് ഫീമെയിൽ ടു മെയിലായ ആളുകളെ നമുക്ക് അത്രയ്ക്കും റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സഹയാത്രിക 10-13 വർഷമായി ഇത്തരം ആളുകളുടെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുകയും അവരുമായിട്ട് സംവേദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ അവരുടെ എല്ലാത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് അറിയാമെങ്കിൽ പോലും അത് എങ്ങനെ കൗണ്ട് ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം കേരളത്തിലുള്ളതിൽ നമുക്കൊക്കെ നമ്മുടെ കുടുംബം മുതൽ എല്ലാ സർക്കാരിനും സമൂഹത്തിനും ഒക്കെ അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫീമെയിൽ ടു മെയിലായ ട്രാൻസ്ജെൻഡേഴ്സായ, അതായത് അത് ഒരു സ്ത്രീയായിട്ട് പറക്കുന്നതിൻ്റെ ജന്മം കൊണ്ട് തന്നെ സ്ത്രീയാൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരു ലിംഗസ്വത്വത്തിൽ നിന്ന് മറ്റതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന സ്വാഭാവികമായിട്ട് അവർ ഒരു
അതില്ല. അവർ ചിലപ്പം അവരുടെ എല്ലാ രീതികളും സാമൂഹ്യമായി അവരെ അടയാളപ്പെടുത്തുന്ന രീതികൾ, ഇപ്പം ഞാൻ എൻ്റെ സ്ത്രീ എന്നുള്ള ജെൻഡർ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ത്രീയായിട്ടാണ് എൻ്റെ ശരീരം അടയാളപ്പെടുത്തുന്നത്. സ്ത്രീയെ പോലെ ഞാൻ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ശാരീരിക അടയാളങ്ങളും അല്ലാതെ ഞാൻ മുമ്പോട്ട് വെക്കുന്ന സ്വത്വവും അത് തന്നെയാണെന്ന് നമ്മുടെ കാഴ്ചയിൽ കാണാൻ പറ്റുന്നതാണ്. എത്ര പ്രായമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുന്നത്? ലിംഗത്വം എന്ന് പറയുന്ന സംഭവത്തിനെ പലരും പല രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആണിങ്ങനെയായിരിക്കണം, പെണ്ണിങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരൊക്കെ വേറെ വിഭാഗത്തിൽ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതർന്നുള്ള കോളം പോലും തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് പലരും ജെൻഡറിനെ കാണുന്നത്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. പെണ്ണിങ്ങനെയായിരിക്കണം, ആണിങ്ങനെയായിരിക്കണം, ആണിന് മീശ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെണ്ണിന് നല്ല മുടി ഉണ്ടായിരിക്കണം, അവൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം, ആണ് കരഞ്ഞാൽ അത് നാണക്കേടാണ്, ആണിന് ധാരാളം കരയാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇങ്ങനെയൊരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ സ്വന്തം ജെൻഡറിനെ വേറൊരു ജെൻഡറിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന കുട്ടി ജനിക്കുകയാണെങ്കിൽ അവൻ ചെറുപ്പത്തിലെ തന്നെ അവൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും. പിന്നെ അയാള് ആ വീട്ടിൽ ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് അയാളുടെ ജെൻഡറിനെ തിരിച്ചറിയാൻ. ഹരിണി, ഇത്തരം അനുഭവങ്ങൾ ഹരിണിക്കും വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയുള്ള ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നഷ്ടപ്പെടില്ലേ? എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന്, ഞാൻ എന്റെ വീട് വിടുന്നത് ഞാൻ കറക്റ്റ് 15ാമത്തെ വയസ്സിലാണ് വീട് വിടുന്നത്. ഞാൻ വീട് വിട്ട് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് കുട്ടിക്കാലത്ത് ഞാൻ 4ാം ക്ലാസ്സിലാണ് എന്റെ ഉള്ളിലൊരു സ്ത്രൈണത ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അതായത് കുട്ടിക്കാലത്ത് ഞാൻ, അതായത് മണിച്ചിത്രത്താഴിലെ ഒരു മുറയിൽ വന്ന് പാർത്തായി, അതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ അതിലിരുന്ന് എനിക്കൊരു ശ്വാസം മുട്ടൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ ഫാദർ പറഞ്ഞു, ഇനി ഡാൻസ് ഒന്നും വേണ്ട, അവനെ നല്ലോണം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ മമ്മിയോട് പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു ക്രിസ്ത്യൻ കുടുംബമാണ്, അങ്ങനെ പറഞ്ഞായിരുന്നു. അതിനുശേഷം എൻ്റെ ഡാൻസ് എല്ലാം കുറച്ച് നിർത്തി. കാരണം എൻ്റെ അപ്പച്ചന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു സ്ത്രൈണത ഉണ്ടെന്ന് എൻ്റെ ഫാദറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ കുറെ കെയറിങ് ആയിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പച്ചൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടെല്ലാം എന്നെ കളിക്കാനൊന്നും വിടത്തില്ല. അപ്പൊ വീട്ടിൽ തന്നെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം എല്ലാം. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതെന്താണ് എന്നെ വിടത്തില്ല, എൻ്റെ അനിയനെ കളിക്കാനെല്ലാം വിടും, എന്നെ വിടത്തില്ല. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ 6 മണിയായ വീടിൻ്റെ ഉള്ളിൽ വരണം, എവിടെയും പുറത്ത് പോകാൻ പാടില്ല. ഒരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയൻ പോകണം, ഇല്ല എൻ്റെ അമ്മച്ചി പോവാം, ഞാൻ പോകാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് വന്ന് ഞാൻ തന്നെ നോക്കി, കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊരു പെണ്ണാണ് എന്നുള്ളത്. കാരണം എൻ്റെ അനിയനെ പോലെയല്ല ഞാൻ വസ്ത്രങ്ങൾ ഇടുന്നത്. അതായത് പഴയ കാലങ്ങളിൽ സ്വർണത്തിന്റെ ഒരു പേപ്പർ വരും, സ്വർണം 18 വരുമ്പോൾ ആ പേപ്പറിൽ ഞാൻ ലിപ്സ്റ്റിക് എല്ലാം വരക്കും, കണ്ണെഴുതും, അങ്ങനത്തെ കുറെ കുസൃതികൾ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ അറിയാതെ എൻ്റെ അമ്മയുടെ സാരി എടുത്ത് കൊടുക്കും. എൻ്റെ അമ്മച്ചി ജോലി പോയി. അപ്പോൾ എൻ്റെ അപ്പച്ചൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് ആയിട്ട് എൻ്റെ അപ്പച്ചൻ തളർന്ന് വീണു. അപ്പോൾ എൻ്റെ അമ്മച്ചിയാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മച്ചി വരാൻ നേരത്ത് അപ്പോൾ SLCക്ക് പഠിക്കുവാ ഞാൻ 1 വർഷം. അപ്പോൾ ഞാൻ തന്നെ തുണിയെല്ലാം കഴുകും, ഞാൻ തന്നെ പാത്രം കഴുകി വെക്കും, എല്ലാം ചെയ്തിട്ട് വീട്ടിൽ എൻ്റെ അമ്മച്ചി വരുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഒരു ജോലി ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ വളർന്നത്. പിന്നെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വാക്കുകൾ, ചീത്ത വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ നാട് വിട്ട് പോയത്. 14ാമത്തെ വയസ്സിൽ. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് 15ാമത്തെ വയസ്സിലായിരുന്നു. എങ്ങോട്ട് പോയി? ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അവിടെ ആയിരുന്നു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. എങ്ങനെയാ വീട്ടിൽ നിന്ന് അവരോട് പറഞ്ഞിട്ട് പോയത്? ഒന്നും പറയാതെ? ഫസ്റ്റ് ടൈം ഞാൻ പോയത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയത്. അതായത് എനിക്കിങ്ങനെ വയ്യ, ഒന്നെങ്കിൽ ആണായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കണോ, ഇവരെല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണം, നാട്ടുകാരും വീട്ടുകാരും, അവർക്ക് ഭാഗമായിട്ട് ഞാൻ ഇരിക്കരുത് എന്നും പറഞ്ഞാണ് ഞാൻ നാട് വിട്ട് പോയത്. വീട്ടിൽ സമ്മതിച്ചോ? ഇല്ല, ഒരിക്കലും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം വീട്ടിൽ വിട്ടില്ലല്ലോ. അപ്പൊ 2 ദിവസം എങ്ങനെയെങ്കിലും കള്ളത്തരം പറഞ്ഞ് മുങ്ങണ്ടേ, അപ്പൊ വിടത്തുമില്ല. ഞാൻ എന്ത് ചെയ്ത്, വീട്ടിലെല്ലാവരും ചർച്ചിൽ പോണ ടൈമിൽ ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകും. അന്ന് ഞാൻ എൻ്റെ അടുത്ത് ഒരു 7:30 മണിയായപ്പോൾ സൺഡേ ക്ലാസ്സിന് പോണ പരിപാടിയുണ്ട് SLC കഴിഞ്ഞ്. അപ്പോൾ +1ന്റെ കൂടെ എനിക്ക് +1 അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ സൺഡേ ക്ലാസ്സിന് പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് ടീച്ചറുടെ അടുത്ത് പറഞ്ഞിട്ട് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അപ്പൊ ചർച്ചിൽ കൊണ്ടുപോകും. നടന്നു പോണ വഴിയിൽ ഞാൻ അങ്ങോട്ട് മുങ്ങിയിട്ട് നേരെ എത്തുന്നത് ബാംഗ്ലൂരിലാണ്. കാശുണ്ടായിരുന്നോ കയ്യില്? കാശ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എബിച്ചേട്ടൻ എന്നും പറഞ്ഞ്. അപ്പൊ എബിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാശുകൾ അങ്ങോട്ട് വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അങ്ങ് വാങ്ങി അങ്ങോട്ട് പോയി.
അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പറ്റിയ ഗ്രൂപ്പ് ഇതാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കേണ്ടത്? അത് കാരണം ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലമല്ലേ. അതിന് മുമ്പ് ഒരു ദിവസം സംഭവം ഉണ്ടായി മാഡം. ഇതെല്ലാം പറഞ്ഞ ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിന്റെ ഇതാണ്, എനിക്ക് തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിൽ കിടന്നിട്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നത്തില് ഒരു സ്ത്രീയുടെ രൂപമാണ്. അതായത് കയ്യിൽ ഒരു താമ്പഴത്തട്ട് എന്നെന്തോ പറയും, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി സംഭവം. താമ്പൂലത്തട്ട്. അതിൽ നിറയെ ഒരു റെഡ് കളർ സാരിയും പൂവ് എന്റെ ഓർണമെന്റ്സ് എല്ലാം വെച്ചിട്ട് ഇതിട്ടിട്ട് പുറത്തേട്ട് ഇറങ്ങി വന്നും പറഞ്ഞ് എന്റെ സ്വപ്നത്തില് കണ്ട്. ഞാൻ ക്രിസ്ത്യൻ കുടുംബമാണ്, എനിക്ക് ഇതിനെപ്പറ്റി ദേവികളെ പറ്റിയും ഒന്നും അറിയത്തില്ല. കാരണം അതെല്ലാം കണ്ടുന്ന പിശാച് അങ്ങനെയെല്ലാം പറഞ്ഞ് ഓടണ ഒരു ഇതാണ്. അപ്പൊ എന്റെ സ്വപ്നത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദൈവം ഫസ്റ്റ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആകണമെന്ന്. അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ബാംഗ്ലൂരിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഞാൻ റൂം എടുത്ത് താമസിച്ചായിരുന്നു. അപ്പോൾ ഈ ഹിജഡകളെ ഞാൻ കണ്ടു അവിടെ വെച്ച്. അതായത് ട്രാൻസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അതായത് അവര് അവിടെ ഭിക്ഷാടനമാണ് ചെയ്യുന്നത് അവിടെ. അപ്പൊ ഈ കൈ തട്ടണ ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് കേട്ടപ്പോൾ എനിക്കും എന്തോ ഒരു ഇത് പുറത്തിറങ്ങി അവരെ കാണുന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത്, അവർക്ക് തമിഴാണ്. അതായത് ഈ നാഗർകോവിലുള്ള ലൗലി അമ്മയുടെ ചേല നന്ദിനി അമ്മയും അതായത് അനിത അമ്മ അങ്ങനെ രവിത്ര അങ്ങനെ കുറെ പേരാണ് നിന്നത് അവിടെ നിന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമസ്കാരം, എനിക്കും നിങ്ങളെപ്പോലെ ആകണം, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ഓ ഇത് നമ്മളുടെ ഗ്യാങ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോയി. പിന്നെ എന്തായി ഏതായെന്ന് എനിക്കൊന്നും അറിയത്തില്ല. 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ പെണ്ണായി. അത്ര എനിക്കറിയൂ. ദീപ, വാട്ട് ഈസ് യുവർ പ്ലാൻ? ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? It's not up to I started, or one of the people who started Sahayatrika many years ago as for gender minorities and sexuality minorities. But you know what? Now, 10 years later, it's not up to me to decide what happens to all these people. There's so many trans women and trans men who also can decide, and who should actually be the voice of this movement and be deciding how we move forward, in my opinion. ഈ സിനിമയിൽ പൊതുവെ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറച്ചധികം തന്നെ പരിഹസിക്കുന്ന രീതിയിൽ വരുന്നുണ്ട് അല്ലേ? അത് ഒരു പരിധിവരെ സമൂഹം അത് ആസ്വദിക്കുകയും അത് സമൂഹം കോപ്പി അടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സംഘടനയോ അല്ല നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദം ഉയർത്തുന്നില്ല? മാം, ഒരുപാട് ഉയർത്തിയിട്ടുണ്ട്. ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ എനിക്ക് സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട്. സാരി ഉടുത്ത് പുറകോശം കാണുമ്പോൾ പെണ്ണായിട്ട് വന്ന് തട്ടുമ്പോൾ അല്ല ഈ ഒരു ചാന്തപ്പൊട്ട് രീതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എന്നെ ആക്ഷേപിക്കാൻ ഞാൻ ആരുടെ മുമ്പിൽ നിന്ന് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ഫിലിമിന്റെ പേരിൽ പലരും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് പ്രതികരിക്കുന്നില്ല എന്ന്. ജനം ഞങ്ങളുടെ സംഘടനയോ അല്ലെങ്കിൽ ഞങ്ങൾ മുൻഘടനയിൽ വരുന്ന ഒത്തിരി പേര് ഒത്തുകൂടി വേണം അത് ചെയ്യാൻ. ഒറ്റയ്ക്ക് ഞാൻ ഉറക്കെ വിളിച്ചാൽ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ് എൻ്റെത്. അതിനല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹയാത്രികയുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. 2010 തുടങ്ങിയതാ. ആർക്കും ഈ സംഘടന കൊണ്ട് എന്താണ് ഉദ്ദേശമെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് അവരുടേതായ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും അതെ ബോധവൽക്കരണം എന്ന് പറഞ്ഞാല് ഒരു ഒയാസിസിന്റെ ഈ ഓർഗനൈസേഷന്റെ കീഴിൽ ഒരു പ്രോജക്റ്റ് വന്നു, സംഗമ അലയൻസ് ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ കുറെ സ്റ്റാഫ് അതിൽ കുറച്ച് ശമ്പളം കിട്ടും, ജോലി ആവുമെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കാണ് ഈ CBO ഓർഗനൈസേഷൻ തിരക്കി വരുന്നത്. അപ്പോഴത്തേക്കാണ് ഈ കമ്മ്യൂണിറ്റി വരുന്നത്. അപ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് ജോലിയായി. അപ്പോഴവർക്കൊരു ബോധവൽക്കരണം വന്നത് നമുക്കൊരു സംഘടന ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റ് കിട്ടാൻ ഇതുണ്ടെന്നും അതിൽ നമുക്ക് വരുമാനം ഉണ്ടാവും എന്ന് അപ്പോഴവർക്ക് ബോധം വന്ന് എത്തിപ്പെട്ടതേ ഉള്ളൂ. അപ്പോഴാണ് കേരളത്തിൽ TG ഉണ്ടെന്നും പറഞ്ഞുള്ള ഇവരെ സർവേ എല്ലാം കഴിഞ്ഞു. TGയുടെ സ്റ്റാഫുകൾ അവിടെ ഇരിക്കുന്നത്, അവർ ജനറൽ സ്റ്റാഫാണ്. ഞങ്ങൾ എന്ത് പ്രോഗ്രാമിനും അവർ ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ അവരും കൂടി വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ശൃംഖല കണക്ക് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അതാണ് ഞാനിപ്പോ പ്രസിഡന്റ് ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവരെത്രയും പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പോകാൻ വയ്യ, ഇവിടെ പോകാൻ വയ്യ, മറ്റിടത്താണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഒരു മനസ്സ് അവർക്ക് ആർക്കും ഇല്ല. 99 കാലഘട്ടങ്ങളിൽ HIV പ്രിവെൻഷൻ പ്രോജക്റ്റുമായിട്ടാണ് ഇത്തരം വിഭാഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഗവൺമെന്റ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, NACO, ടാർഗറ്റ് ഇന്റർവെൻഷൻ ഗ്രൂപ്പായിട്ട് സെക്സ് വർക്കേഴ്സ്, MSM, men having sex men, and injection drug pupils, IDO, ഈ 3 വിഭാഗങ്ങളെ
HIV പ്രിവെൻഷനായിട്ട്, അതായത് എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 99 കാലഘട്ടങ്ങളിൽ ഇവിടെ MSM ഗ്രൂപ്പുകളുടെ കുറച്ച് CBOs ഫോം ചെയ്തു. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, അതാണ് CBO. ഇതിന്റെ കീഴിലാണ് MSM ഗ്രൂപ്പുകളൊക്കെ ഒരുമിച്ചത്. സെക്സ് വർക്കേഴ്സിനും അവരുടേതായിട്ടുള്ള CBOs പല നാടുകളുണ്ട്. അതിൽ ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്. അപ്പൊ ഇതുപോലെ 14 ജില്ലകളിൽ പ്രോജക്റ്റ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലുണ്ട്. ഇത് തന്നെ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നേക്കോടെ കീഴിൽ പല എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇത് തുടങ്ങുന്നത്, ഇത്തരം LGBT മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് മൂവ്മെന്റ്സ് തുടങ്ങുന്നത് സംഗമ എന്ന ഓർഗനൈസേഷന്റെ കീഴിൽ ഫേം ജ്വാല എന്നൊരു പദ്ധതി ഇവിടെ വരികയും സെക്സ് വർക്കേഴ്സിനും സെക്ഷൽ മൈനോറിറ്റീസിനുമായി പ്രോജക്റ്റ് വരികയും സഹയാത്രിക ആ സമയത്ത് തന്നെ ഫീമെയിൽ ബോൺ മൈനോറിറ്റിക്ക് വേണ്ടി, അതായത് സ്ത്രീകളായി ജനിച്ച് പുരുഷന്മാരാ അല്ലെങ്കിൽ സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുകയും ഗെയ്സിനായിട്ട് ഇവിടെ വാതിൽ എന്ന ഓർഗനൈസേഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഇത്തരം CBOകൾ മൂവ്മെന്റുകൾ വർദ്ധിച്ച് ഇത്തരം CBOകൾ പവറായി പല നാടുകളിലും പവറായി ശേഷം 2012 പേച്ചാൻ എന്ന പദ്ധതി സംഗമ ഗ്ലോബൽ ഫണ്ടിന്റെ സഹായത്തോടു കൂടി ഈ നാടുകളിൽ വരുന്നത്. പക്ഷെ അതിനു മുമ്പ് 2008 ഡൽഹി ഹൈക്കോടതിയുടെ വിധിക്ക് ആഹ്ലാദ പ്രകടനത്തിനായി നമ്മൾ ക്യൂർ പ്രൈഡ് കേരളം എന്നൊരു സംഘടന രൂപീകരിക്കുകയും അതിൽ ഈ സംഘടനയുടെ ഈ CBOസിന്റെയും എല്ലാ സംഘടനകളെയും ഇത്തരം മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു പദ്ധതി രൂപങ്ങളിൽ അവിടെ നമ്മൾ പ്രൈഡ് വർഷാവർഷം നടത്തി വരികയും ചെയ്തു. 2012 പേച്ചാൻ പദ്ധതി വന്നതിന് ശേഷമാണ് എന്താണ് ഒരാളുടെ ജെൻഡർ, എന്താണ് ഒരാളുടെ സെക്സ്, എന്താണ് ഒരാളുടെ സെക്ഷുവാലിറ്റി എന്നീ കാര്യങ്ങൾ പേച്ചാൻ പദ്ധതി വഴിയാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തും കേരളത്തിലുള്ള 10ഓളം ജില്ലകളിൽ പ്രോജക്റ്റുകൾ ലഭിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ പദ്ധതി സാമൂഹ്യ നീതി വകുപ്പുമായി സഹകരിച്ച് സർവേ നടത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ CBOസിലെ പ്രോജക്റ്റും ട്രാൻസ്ജെൻഡേഴ്സിന്റെ അല്ല. അതിൽ MSM ഉണ്ട്, ഡബിൾ ഡെക്കേഴ്സ് ഉണ്ട്, കോത്തീസ് ഉണ്ട്, പന്തീസ് ഉണ്ട്, പല ആൾക്കാരുണ്ട്. സഹയാത്രിക എന്ന് പറയുന്നത് ഫീമെയിലായി സ്ത്രീയായിട്ട് ജനിച്ച് പ്രശ്നം അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരും, അത് ബൈസെക്ഷൽ ആയിക്കോട്ടെ, ലെസ്ബിയൻ ആയിക്കോട്ടെ, ഫീമെയിൽ ട്രാൻസ് മെൻ ആയിക്കോട്ടെ, അപ്പോൾ അത്തരം വിഭാഗം. പക്ഷെ ഇവിടെയൊക്കെ ഒരുമിക്കണമെങ്കിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ട്. ആരാണ് സംസാരിക്കേണ്ടത്, ആരാണ് മുന്നോട്ട് വരേണ്ടത്? അത്തരത്തിലുള്ളൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ SMFK എന്നൊരു സംഘടന രൂപീകരിച്ചത്. അതിൽ എല്ലാ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബീന അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഞാൻ അതിന്റെ സെക്രട്ടറി ആണ്. അതുപോലെ 9ഓളം മെമ്പേഴ്സ് അതിലുണ്ട്. SMFK സെക്ഷൽ മൈനോറിറ്റീസ് ഫോറം കേരള. അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമം ഉണ്ടോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെ അധിക്ഷേപം പാടില്ല, എന്നെ കുറിച്ച് അപകീർത്തിപരമായി പ്രസ്താവിക്കാൻ പാടില്ല എന്നുള്ള ക്രിമിനൽ ഒഫൻസ് ആണല്ലോ ഡിഫാമേഷൻ ഉള്ളത്. അപ്പോൾ എൻ്റെ മാനം സമൂഹത്തിൽ കെടുത്തി അത് മറ്റൊരാൾ പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് അവർ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങളുടെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലുണ്ടായ മതിപ്പിടിഞ്ഞു. ഇതാണ് ഒരു വേർഡ് എവിഡൻസിൽ പറയേണ്ടത്. ഇത് എല്ലാ മനുഷ്യർക്കും ബാധകല്ലേ. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകമായ നിയമം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും അത്തരം രീതിയിലുള്ള അതിക്രമങ്ങൾ കൂടുകയും അല്ലെങ്കിൽ ആ അതിക്രമങ്ങളുടെ വിസിബിലിറ്റി നമ്മൾ കാണുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു നിയമവ്യവസ്ഥ മാഡം. ഇപ്പൊ നമ്മൾ ഒരു സെൻസർ ബോർഡിന്റെ മുമ്പിൽ ഒരു സിനിമ വരുമ്പോ കോഴിയെ കൊല്ലരുത്, പട്ടിയെ തല്ലരുത്, പിന്നെ ബാസ്റ്റേഡ് എന്ന് വിളിക്കാൻ പാടില്ല, മറ്റുള്ള അശ്ലീല പദങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? മദ്യം കഴിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല. മാതിരി ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല എന്നും കൂടി ഒരു മാഡം അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീയെ അപമാനിക്കാൻ പാടില്ല, കയറി പിടിക്കാൻ പാടില്ല, ബലാത്സംഗ സീനുകൾ ഒഴിവാക്കേണ്ടി വരും. എന്തൊക്കെ ഒരു പാട്ട് സീനിൽ പോലും ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇടങ്ങളിലും വീടുകളിൽ ഇനി കറുത്ത എന്താ പറയുക ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള പീപ്പിളിന് മാത്രമാണ് പോലീസുകാരിൽ ഏറ്റവും താഴ്ന്ന ജോലി. അപ്പോൾ എങ്ങനെയൊക്കെയാണോ നമ്മൾ ഈ അടുക്കളയിലെ ജോലിക്കാരി, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ഈ വയലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ റൈറ്റ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മലയാള സിനിമ ഈസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. കറക്റ്റ് എന്താണ് അവിടെ നടക്കുന്നത് അതങ്ങ് കാണിക്കുന്നു. അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വയലൻസ് എവിടെ പാടില്ല, ഏത് വിഷയത്തിൽ പാടില്ല ചെയ്തത്. അത് 2 സ്വവർഗരീതിക്കാരെ കഥ പറയുന്ന ഒരു ഫിലിമാണ്. അതിൽ ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ തന്നെയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. പാപ്പിലൈ ബുദ്ധ് ചെയ്ത് ജയൻ ചെറിയാനായിട്ടും. ശരത്തേട്ടനൊക്കെ അതിലുണ്ട്, അരുന്ധതി ഉണ്ട്, ആക്ടിവിസ്റ്റ്. അപ്പം അത്തരം സിനിമകൾ ഒക്കെയാണ് വരുന്നത്. കാരണം നമുക്ക് എടുത്തു കാണിക്കുന്ന ഒരു സിനിമയില്ല, എഴുത്തുകളില്ല. മീഡിയാസിനാണെങ്കിൽ ഇതിനെക്കുറിച്ച് കുട്ടിയുടെ ചന്ദനമരവും അതുപോലെ തന്നെ ദേശാടന കിളികൾക്ക് അറിയാറില്ല പത്മരാജന്റെ സിനിമയൊക്കെ പറയാൻ
ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലതും നമ്മൾ വികൃതമാക്കി കാണിച്ചിട്ടുണ്ട് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് പലപ്പോഴും. അവിടെയാണ് പ്രശ്നം വരുന്നത്. പലപ്പോഴും വികൃതമായി കാണിക്കുന്നത് കൊണ്ടാണ് പല സിനിമകളും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കുറെ മുമ്പേ മകളായിട്ട് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളൊരു പരാമർശം ഞാൻ കേട്ടു. നമ്മളവിടെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് ഹരിണി എന്നൊക്കെ പറയുന്ന, എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. കേരളത്തിൽ നടുവിട്ട് അന്യദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ഹിജഡ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ ഒരു നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിലാണ് അവർ ജീവിക്കുന്നത്. അതിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അംഗമാകുന്നത് ആരുടെയെങ്കിലും മകളായിട്ട് നമ്മളെ ദത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചടങ്ങ് റീത്തിടൽ ചടങ്ങെന്ന് പറയും. ആ ചടങ്ങിലൂടെ എന്നെ ദത്തെടുത്ത ആളാണ് അത്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ അവിടെ താമസിക്കുന്നതും എൻ്റെ ജീവിതവും എല്ലാം അമ്മയുടെ കീഴിലാണ്. അതുപോലെ എനിക്കും മക്കളെ ദത്തെടുത്ത് വളർത്താം. കാരണം ഇന്ന് ഞാൻ വിവാഹിതയാണ്, എനിക്കൊരു കുട്ടിയെ ഗർഭം ധരിക്കാൻ കഴിയില്ല, അതിന്റെ ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല, പുറത്തോട്ടുണ്ടോ എന്ന് കൂടുതൽ വിശദീകരിച്ച് തിരക്കി പോയിട്ടുമില്ല. ഇങ്ങനെ ഉണ്ടാകുന്നൊരു ഈ സമൂഹത്തിൽ എനിക്കൊരു കുട്ടിയെ വളർത്തുവാനോ അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയെ ഒരു ആൺകുട്ടിയെ ഞാൻ എൻ്റെ മടിയിൽ പിടിച്ചിരുത്തി ഓമനിച്ചാൽ മറ്റുള്ളവർ ഞാൻ ഇന്നൊരു സെക്സ് വർക്കർ ആണെന്നുള്ള രീതിയിൽ എന്നെ കാണുന്നെങ്കിൽ ആ കുട്ടിയെ ഞാൻ ചൂഷണം ചെയ്യുന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ സ്വന്തം സഹോദരനോടൊപ്പം അമ്മയോടൊപ്പം അല്ല അച്ഛനോടൊപ്പം പോലും എനിക്ക് പുറത്ത് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. സൂര്യ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ജെനുവിനായ ഒരു സംശയം ചോദിക്കട്ടെ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സാധാരണ ഒരു സ്ത്രീക്കുണ്ടാവുന്ന എല്ലാ വ്യത്യാസങ്ങളും നിങ്ങൾക്കും ഉണ്ടാവും? തീർച്ചയായും. ശാരീരികമായും ആന്തരികമായും മാനസികമായും ആദ്യമേ പ്രിപ്പയർഡ് ആണ്. ഇവർക്ക് നിയമപരമായിട്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ നിയമത്തിൽ നിയമപരമായിട്ട് പോട്ടെ, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത ഈ നാട്ടിൽ എങ്ങനെ നിയമപരമായ കുട്ടിയെ ദത്തെടുക്കുന്നത്? അല്ല, ഇവിടെ ഞാൻ ഇത്ര വർഷം എനിക്ക് ഇവിടെ ഐഡന്റിറ്റി ഇല്ല, ഞാൻ ജനിച്ചു വളർന്നതിന്, പിന്നെ എങ്ങനെ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ പറ്റും? സ്വന്തം വീട്ടിൽ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ നീ എന്റെ ആരാന്നാണ് ചോദിക്കുന്നത്? എന്റെ SLC സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് വേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക ട്രാൻസ്ജെൻഡേഴ്സ് എന്ന ഐഡന്റിറ്റി ഉണ്ട്. അവർക്ക് റേഷൻ കാർഡ് ഉണ്ട്, അവർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട്. ഈ കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ്, ഇത്രയും ആൾക്കാരും ജീവിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി കൊടുക്കണം. അവർ നമ്മുടെ സംസ്ഥാനത്തിൽ 14-15 വയസ്സിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ ചേക്കേറിയവരാണ്. തിരിച്ച് അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ വരുമ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിൽ ചേരാൻ പറ്റത്തില്ല. അപ്പൊ ഇവർ ഇവിടെ ജീവിച്ചതായിട്ട് കേരളീയാണെന്നുള്ളൊരു ഐഡന്റിറ്റി അവർക്ക് കൊടുത്തേ പറ്റും. നമ്മുടെ ഐഡന്റിറ്റി, റേഷൻ, വോട്ടർ ഐഡന്റിറ്റി, ആധാർ കാർഡ്, പക്ഷെ ഇതൊക്കെ ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി, ഞാൻ എൻ്റെ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് എൻ്റെ ഐഡന്റിറ്റി കാർഡ്, എനിക്ക് ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി വേഗം ID കാർഡിൽ മെയിലെന്ന് അടിച്ചു. ഞാൻ പറഞ്ഞു നോ, ട്രാൻസ്ജെൻഡർ എന്ന് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അറിയില്ല എന്താ ട്രാൻസ്ജെൻഡർ എന്ന്. അവര് നേരെ അവരെ മൂത്ത ഉദ്യോഗസ്ഥരെ വിളിച്ച്, അവർക്കും അറിയില്ല എന്താന്ന്. പിന്നെ അവർ വേറെ ആളെ വിളിച്ചിട്ടാണ് എനിക്ക് ട്രാൻസ്ജെൻഡർ എന്നുള്ള ID കാർഡ് കിട്ടുകയും അതിൽ മലയാളത്തിൽ ലിംഗമാറ്റം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തിരികെ വരാം. യഥാർത്ഥത്തിൽ പിന്നെ ആദ്യം ഇവർക്കൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്നുള്ളൊരു തെളിവ് നമ്മൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഞാൻ ബീനയോട് ഒരു കാര്യം ചോദിക്കാം. അത് മാത്രമല്ല, മാധ്യമങ്ങൾക്കും സിനിമ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. കാര്യം കേരള സമൂഹത്തിന്റെ മുമ്പിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് എന്ന് പറയുന്നത്, അവർ തമിഴ്നാട്ടിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവരുടെ അടുത്ത് കാശൊന്ന് ചോദിക്കുന്ന ഹിജഡ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സിനിമയിലൊക്കെ ഉള്ള ബാഡ് ഇമേജ് ഉള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾ, അത് മാത്രമേ ഉള്ളൂ കേരള സമൂഹത്തിന്റെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത്. ആ ഇമേജ് മാറ്റിയെടുക്കുന്നതിന് മാധ്യമങ്ങൾക്കും ബാക്കിയുള്ള ഒരുപാട് വ്യക്തികൾക്കും ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ശ്രീ പറഞ്ഞ ഒരു കാര്യമാണ് അത്. നമ്മള് പൊതുവെ ആൾക്കാർ പറയും നോർത്തിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് വല്ലാതെ അങ്ങോട്ട് പബ്ലിക്കിനെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്ത് പൈസ തട്ടിപ്പറിക്കുന്ന ഒരു പ്രവണത പൊതുവെ പല കുട്ടികളും കേട്ടിട്ടേ ഉള്ളൂ മാം. നമുക്ക് തൊഴിൽ തന്നിട്ടില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ ഭിക്ഷാടനമാണ് ഉള്ളത്. ഭിക്ഷ യാചിക്കാൻ ചെല്ലുന്നവര് നമ്മളെ ശാരീരികമായി ഉപദ്രവിച്ചാൽ മാത്രമേ ഒരു ഹിജഡ കൈ. എനിക്ക് അതിൽ നിന്ന് മനസ്സിലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മക്കളും ഞാനും കൂടി പോകുമ്പോഴാണ് ഇത് കണ്ടത്. അതായത് പേടിയാണ് ആളുകൾക്ക്. ഇവരങ്ങോട്ട് ഒരു അപ്പോ എനിക്കിതിൽ തോന്നിയത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിട്ടാണ് തോന്നിയത്. സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ എല്ലാ ഹിജഡാസും ബെഗിങ് ചെയ്യുന്നവരല്ല. ഇപ്പൊ നമ്മള് ഉത്തരേന്ത്യയിൽ ഡൽഹി അവിടെയൊക്കെ പോവാണെങ്കിൽ സെക്സ് വർക്ക് ചെയ്യാത്ത ഹിജഡകളാണ് അവിടെ ഉള്ളത്. അവിടെയുള്ളവർ വലിയ വലിയ VIP കളുടെ കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോയി
അവിടുത്തെ ഒരു മാസത്തെ കല്യാണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം, അവരുടെ കല്യാണങ്ങളിൽ ഫുള്ള് സജ്ജീകരണം ഇവരാണ് ചെയ്യുക. അവർക്ക് 2 lakhs 3 lakhs ഒക്കെ ഫണ്ട് കൊടുത്ത് അവിടെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബഹുമാനം. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് ഉത്തർപ്രദേശിലൊക്കെ വന്നാൽ വേറെ വിഭാഗമാണ്. ബട്ട് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ളത് ഇന്ത്യയിൽ ബോംബെ ഓർ കൽക്കത്തയിലാണ്. കൽക്കത്തയിലൊക്കെ പ്രത്യേകിച്ച് സെക്സ് വർക്കും ഉണ്ട്, ബെഗിങ് ഉണ്ട്. ബട്ട് അവിടെ പലരും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ സമൂഹത്തിൽ പല രീതിയിലുണ്ട്. താഴ്ന്ന ദരിദ്രരുണ്ട്, സമ്പന്നരുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സമൂഹം. ചിലർക്ക് ഉയരാൻ പറ്റി, ചിലർക്ക് ഉയരാൻ പറ്റിയില്ല. നമുക്കറിയാം 4 നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ഋതുപർണ ഘോഷിനെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്ത് ഈ സിനിമാ ലോകം? 4 നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു സംവിധായകൻ, അഭിനേത്രിയും കൂടിയാണ്. അയാൾ ട്രാൻസ്ജെൻഡർ ആയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ആരാണ് സ്മരണ കൊടുത്തത്? എന്താണ് കൊടുത്തത്? പത്രങ്ങളിൽ തന്നെ മൂന്നാലിംഗക്കാരൻ എന്ന് പറഞ്ഞു, ഹിജഡ എന്ന് പറഞ്ഞു അധിക്ഷേപിച്ച് എഴുതിയിട്ടുണ്ട് പത്രങ്ങളിൽ, പല പത്രങ്ങളും. അപ്പോൾ ഇത്തരം വിഭാഗങ്ങളെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത ഇതുണ്ട്. പിന്നെ ട്രെയിനിൽ വരുന്ന സംഭവം, കാരണം ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോയി, എനിക്ക് അന്ന് അവിടെ നിന്ന് ചോറ് കിട്ടി, നാളെയും ഞാൻ ആ അമ്പലത്തിലേക്ക് ഫ്രീ ആയിട്ട് ചോറിനാൻ പോകും. അത് തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത്. കാരണം എന്നെ കാണുമ്പോൾ നീ ഇങ്ങനെ കാണിച്ചാൽ നാളെ അത് തന്നെയാണ് എൻ്റെ ഐഡന്റിറ്റി. കാരണം എനിക്ക് എളുപ്പത്തിൽ പണം കിട്ടുന്ന ജോലി അത് തന്നെയാണ്. അപ്പൊ ഞാൻ അത് തന്നെ ചെയ്യും. എനിക്ക് വേറെ ഒരു തൊഴിൽ മേഖലയിലും അവർക്ക് സ്ഥാനമില്ല. വേറെ എവിടെ ജോലി ചോദിച്ചു പോയാലും ആരും കൊടുക്കില്ല. പിന്നെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും തുണി പൊക്കി കാണിക്കുകയും കൈയടിക്കുകയൊന്നുമില്ല. ചിലര് കൈയടിക്കാതെ തന്നെ ചിലര് പ്രാവശ്യം എന്റെ മുഖത്തൂക്കി അവനെന്ന് വിളിച്ചാൽ ഞാൻ ചിലപ്പോ കാണിച്ചെന്നിരിക്കും ഞാൻ അവനല്ല, ഇയാളുടെ അമ്മയെ പോലെയാണ് എനിക്കൊന്നും ഞാൻ പറഞ്ഞെന്നിരിക്കും. കാരണം എനിക്ക് തെളിയിക്കാൻ അതേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ള ഈ പിന്നിലിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇവരുടെ ഈ സംഘടനവും രോദനത്തിനൊക്കെ നമ്മളെല്ലാം ഉത്തരവാദികളാണ്. സമൂഹം എന്ന് പറയുന്നത് ഞാനും നമ്മളെല്ലാവരും തന്നെയാണല്ലേ. നിങ്ങൾക്ക് എന്താണ് ഇവരോടുള്ളൊരു സമീപനം? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇവരോട്? അല്ല, സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഇവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴും ഇവരുടെ ഉള്ളിലിരുന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണുള്ളൂ ഇത്രയ്ക്കധികം ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. നമ്മൾ ഈ പുറമെ കാണുമ്പോൾ സിനിമകൾ കാണുന്ന ആ ഒരു ലെവലിലാണ് നമ്മുടെ യൂത്തിന്റെ ഇടയിലും ഇവരുടെ പ്രശ്നങ്ങൾ ഇരുന്നപ്പോഴുള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോ. അല്ല തീർച്ചയായിട്ടും ഇതാണ് ഇവര് വന്നിരുന്നപ്പോ വാസ്തവത്തിൽ അവരുടെ മനസ്സിൽ മറ്റു പല ചോദ്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ അവർക്കത് ഒന്നും അവർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെല്ലാവരും തന്നെ കുറ്റവാളികളെ പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ മാറ്റമാണ് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത്. ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് പല സംഘടനകളും, പല പേരും ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇതിന് അവയർനെസ് പറയുന്നത് പോലെ പറഞ്ഞിട്ട് ഇതിന് പിന്നിൽ ഒരുപാട് ചൂഷണങ്ങൾ നേരിട്ടുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇനി ഞങ്ങൾ ഒരു ചൂഷണത്തിന് നേടാൻ തയ്യാറല്ല മാഡം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡന്റിറ്റി വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ കേരളത്തിൽ ജീവിക്കും. അതിന് ആരൊരു പിന്തുണവില്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വരും. ഞാൻ ബേസിക്കലി ഫീമെയിൽ ബോഡിയാണ്. പക്ഷെ എൻ്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഐ എം ബൈസെക്ഷൽ. എനിക്ക് ഒരു ഫീമെയിൽ ബോഡിയും ഒരു മെയിൽ ബോഡിയോടും അട്രാക്ഷൻ തോന്നിയേക്കാം ഒരേ സമയം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അത് മനസ്സിലാക്കിയത്. ഒരു 26 വയസ്സായതിനു ശേഷം. ഇപ്പം ഞാൻ 27 26 ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഞാൻ ആദ്യം വിളിച്ചത് ഒരു ഗെയിനെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ എൻ്റെ FBന്റെ കവർ ഫോട്ടോ ബൈസെക്ഷൽ ആൻഡ് പ്രൗഡ് എന്ന് ഞാൻ ആക്കി. അപ്പൊ അതാക്കിയപ്പോ ആദ്യം സംഭവിച്ചതെന്ന് വെച്ചാൽ കുറെ പേര് എന്റെ ഫ്രണ്ട് ലിസ്റ്റ് നിന്ന് പൊഴിഞ്ഞുപോയി. കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കാണ്, എന്താ പിഞ്ച് നീ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഏറ്റവും രസം എന്താ വെച്ചാല് എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട്, ഒരു ഫീമെയിൽ ഫ്രണ്ട് ഈ ഇടയ്ക്ക് കാണാമെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി പറയണേ, ബിൻസിയെ കൊണ്ടുവരണ്ട കേട്ടോ, എനിക്ക് പേടിയാണ് ബിൻസി എന്നെ ലൈക്ക് അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചാലോ എന്ന്. അപ്പൊ അവിടെ നിന്നിട്ടാണ് ഞാനും ചിന്തിക്കുന്നത്, ഓക്കെ ഇപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാവുന്നത് അതിന്റെ ഒരു ഭീകരത. നിങ്ങളുടെ ഇടയിൽ മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു മെയിൽ, അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പക്ഷേ എന്തിനാണ് ഇത്രയധികം ഓവർ മേക്കപ്പും ഇങ്ങനെയുള്ളൊരു വസ്ത്രധാരണവും? സാധാരണ മനുഷ്യരെ പോലെ എന്തുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഞാനൊരു അവതാരിക എന്നിട്ടാട്ടോ, എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുതേ. കാരണം നിങ്ങൾക്ക് നാളെ സമൂഹത്തിൽ ഇറങ്ങിയ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുൻപിലുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ മീഡിയ ജനങ്ങൾ ചോദ്യം ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്. പല സ്റ്റുഡൻസ്, ഞങ്ങൾ പല പ്രോഗ്രാമിനും പോകുന്നവരാണ്.
ഞാൻ തന്നെ കുറേ മീഡിയ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചോദിച്ച ചോദ്യം. പക്ഷേ സൂര്യ എന്ന വ്യക്തിയുടെ മേക്കപ്പ് ഇല്ലാതെ കാണുന്നത് സൂര്യ ഒരു ട്രാൻസെക്ഷലായി, സൂര്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്ത്രീയായി. സൂര്യയുടെ അതിന് മാത്രം ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സൂര്യ അതേപോലെ ആയി. പക്ഷെ സൂര്യ അതിന് മുമ്പ് ഇതേപോലെ മേക്കപ്പ് ഇട്ട ആളായിരുന്നു മുൻപ്. ഇനി ഹരിണി ഇതേപോലെ മേക്കപ്പ് ഇട്ട ആളായിരുന്നു, ഹരിണി ട്രാൻസെക്ഷലായി, ഹരിണി ഇനി അതേപോലെ മാറും. ഇങ്ങനെ മാറും. എന്റെ അതിനൊക്കെ കുറെ കാശ് ചെലവുണ്ട്. അതിനാണ് ഈ പറയുന്ന സർജറി എന്ന് പറയുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ലോകത്തിലിപ്പോ എന്റെ അറിവിൽ എന്റെ അമ്മയൊക്കെ പറയുന്ന പ്രസവ വേദനയാണ് ഏറ്റവും സഹനശക്തിയുള്ള വേദനയാണ്, അത് താങ്ങാൻ കഴിയില്ല. അതിനും മേലെയാണ് ഒരു മെയിൽ ടു മെയിൽ ഫീമെയിൽ ആകുന്ന ഒരു സർജറി എന്ന് പറയുന്നത്. അതിന്റെ വേദന അത് മെയിൽ ടു ഫീമെയിലിന് നമുക്ക് 30ഓളം സർജറികൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യാം. നോസ്, ഹിപ്പ്, ഫിംഗർ, ബട്ടക്സ്, എനിത്തിങ്. പുരുഷനെ സ്ത്രീയിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് സ്ത്രീയുടെ ആ വാരിയലാണ്. സ്ത്രീക്ക് ഒരു വാരിയൽ ഇല്ലാത്ത കാരണമാണ് സ്ത്രീയുടെ ശരീരം ഇങ്ങനെ മാതകത്തിടമ്പായിട്ട് പല രീതി കാണിക്കുന്നത്. പുരുഷൻ അതൊന്ന് കൂടുതലുള്ളത് കൊണ്ടാണ് അവന്റെ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. അതുവരെ എടുത്തു കളയാനുള്ള ചികിത്സകൾ ഇന്ന് വിദേശത്തുണ്ട്, അത് പലരും എടുത്തു കളയുന്നുണ്ട്. നോ, ഹിപ്പ്, വോയിസ്, എനിത്തിങ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ ഹരിണി? ഹരിണി ബ്രസ്റ്റ്, ഹരിണി എല്ലാം ചെയ്തിട്ടുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ലേസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഫ്രീ ആണ് സർജറി മാഡം, തമിഴ്നാട്ടിൽ ഫ്രീ ആണ് സർജറി, കർണാടകയിൽ ഫ്രീ ആണ് സർജറി, ഹൈദരാബാദിൽ ഫ്രീ ആണ് സർജറി. ഇവിടെ ഒന്നുമില്ല, ഗുളിക പോലും കൊടുക്കുന്നില്ല ഇവിടെ. സ്റ്റിച്ചിങ് ഫ്രീ, ഹെൽത്ത് ട്രീറ്റ്മെന്റ്, എനിത്തിങ്, ബ്രസ്റ്റ് ഇംപ്ലിമെന്റേഷൻ എല്ലാം ഫ്രീ. സർക്കാർ വകയാണ് അവിടെ ഒക്കെ. ഇവിടെ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് നടക്കുന്നതല്ലാതെ. മാം ഇവിടെ വന്നിട്ട് പെയിൻ, ഞാൻ സർജറി കഴിഞ്ഞ് ഞാൻ 12 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എന്റെ നാട്ടിൽ വന്നു. വിത്ത് ട്യൂബോട് കൂടി ഞാൻ എന്റെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് പെയിൻ സഹിക്കാൻ വയ്യാതെ ഈ കേരളത്തിൽ ഉടനീളമുള്ള എന്റെ ഫ്രണ്ട്സുകളുടെ എല്ലാവരോടും ഞാൻ മെഡിക്കൽ റെഫറൻസ് എല്ലാവരോടും പെയിൻ കില്ലർ ടാബ്ലറ്റിന് അവൈലബിൾ അല്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുക, അല്ലെങ്കിൽ നാഗർകോവിൽ ഭാഗത്തെങ്കിലും കാണും പോകും. കാരണം വേദന കൊണ്ട് പൊളഞ്ഞിട്ട് കൂടി എനിക്കൊരു ടാബ്ലറ്റ് പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥ. ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ എന്തെന്ന് പറഞ്ഞ് ഡോക്ടർമാർ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആവാനായിട്ട് മാക്സിമം 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാസ്ട്രേഷൻ, പെനീസ് കാസ്ട്രേഷൻ, ബ്രസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഒക്കെ മാക്സിമം ചെയ്യാൻ സാധിക്കും. ബട്ട് ഫീമെയിൽ ബോൺ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കാസ്ട്രേഷൻ, ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ തന്നെ more than 5 lakhs rupees, പെനീസ് ഉണ്ടാക്കാൻ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് ചെലവ്. ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സർജറി ഈ കുറച്ച് ഈ മെയിൽ ടു ഫീമെയിൽ ഈ ഹിജ്റ കൾച്ചറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രായോഗികമായിരുന്നു നടന്നിരുന്നു. പക്ഷേ ഫീമെയിൽ ടു മെയിൽ ഒട്ടും തന്നെ സർജറി നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്നല്ല, ബാംഗ്ലൂരും ഒക്കെ തന്നെ. ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂർ നമ്മൾ അതിൻ്റെ കൗൺസിലിംഗ് ന്യൂഹാനിസ് വഴിയും വിക്ടോറിയ ഹോസ്പിറ്റൽ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വിക്ടോറിയ ഇപ്പം ഫീമെയിൽ ടു മെയിൽ സർജറി ചെയ്യുന്നുണ്ട്. Personally, I just want to keep on supporting the movement, supporting community people, supporting our movement, and yeah, that's all I have to say. ബീന ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തന പോലെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിയമങ്ങൾ സുരക്ഷിതമല്ല, വ്യക്തി ജീവിതത്തിലെ നിയമങ്ങൾക്കുള്ള പോലെ തന്നെ അടിസ്ഥാന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹികമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ സാമൂഹ്യ നീതിവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പോളിസികളായിട്ട് ബന്ധപ്പെട്ടിട്ടും എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവരും. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഈ ഒരു പോളിസികളിൽ അവനവനാവുന്ന രീതിയിൽ ഇപ്പോൾ ഇമെയിൽ അയക്കാം ആളുകൾക്ക്, ഇല്ലെങ്കിൽ നേരിട്ട് പല രീതിയിലുള്ള അദാലത്തുകളിലൊക്കെ നമുക്ക് ഈ കോളേജുകളിൽ ചർച്ചകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ 2 പോളിസികളിൽ നമ്മളുടെ പൊതുസമൂഹം വളരെ സീരിയസ് ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെടണം. അതാണ് ഒരു സംഗതി. അതിന് സഹയാത്രികയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ ഒരു ക്യൂർ മൂവ്മെന്റിന്റെ ഭാഗത്തും ക്യൂർ പ്രൈഡ് കേരളത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. രണ്ടാമത്തെ കാര്യം, സഹയാത്രിക ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ഹെൽപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബ്ലോഗ് ഉണ്ട്, എന്താണ് സഹയാത്രിക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു ഫീമെയിൽ ബോൺ സെക്ഷൽ മൈനോറിറ്റീസ് നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, നമ്മുടെ ഒരു പരിമിതമായിട്ടുള്ളൊരു സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പർ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് ക്യൂർ ലവേഴ്സ് കേരള എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ബ്ലോഗ് സ്പോട്ടാണ്. അപ്പോൾ അതിൽ സഹായാത്രിക സെർച്ച് ചെയ്താലും കിട്ടും. ഫേസ്ബുക്കിലും
സഹയാത്രിക എന്നുള്ള പേരിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ, പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ആശങ്കകളും ഒക്കെ ഉള്ള ആളുകളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരോട് പറയുക, ഇത്തരത്തിലുള്ള സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മളെ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും തൊഴിൽപരമായിട്ട് ഇപ്പോൾ സ്വയം തൊഴിൽ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് പറ്റുന്ന രീതിയിൽ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിയമപരമായിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ആശ പോലുള്ള ആളുകളുണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ, വക്കീൽ സുഹൃത്തുക്കളുണ്ട്, അവരുടെ എല്ലാം സഹായങ്ങൾ നമുക്ക് നേടാം. ഏത് കോടതിയിൽ വേണം പോകാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തത്, ഈ ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ച കാര്യമായിരുന്നത്, ക്യൂർപൈഡ് കേരളം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓൾറെഡി നിലവിലുണ്ട്. അത് ഇന്ത്യയിൽ ഈ ഒരു IPC 376 വിധി വന്നപ്പോൾ, ഡൽഹി ഹൈക്കോടതി വിധി വന്ന സമയത്ത് ഒരു ആഹ്ലാദ പ്രകടനം എന്നുള്ള ലെവലിൽ ആരംഭിച്ചൊരു ഗ്രൂപ്പാണത്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രൈഡുകൾ, ലോകത്തെമ്പാടും നടക്കുന്ന ഒരു സംഗതിയാണ് പ്രൈഡ് മാർച്ചുകൾ. ജൂലൈ മാസങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ LGBT പ്രൈഡ് ആണ്. ഇപ്പോൾ LGBTQIA ഒക്കെ വരെയായി. അതായത് ഇന്റർസെക്സ് ഇല്ലെങ്കിൽ അസെക്ഷൽ എന്നുള്ള ആളുകളായി, ജെൻഡർ ക്യൂർ ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ലിംഗലൈംഗിക വ്യത്യസ്തതകളുള്ള ആളുകളൊക്കെ ചേരുന്ന ഒരു ഗ്രൂപ്പാണത്. അതിനും ഫേസ്ബുക്കിൽ ഈ രീതിയിലുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ക്യൂർപൈഡ് കേരള എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും, നിങ്ങളെല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ അംഗമാവണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വർഷം നമ്മൾ പ്രൈഡ്, ഇപ്പോൾ ഈ കോഴിക്കോട് നടന്നു, തൃശ്ശൂരാണ് പ്രൈഡ് തുടങ്ങിയത്. തൃശ്ശൂർ 2 കൊല്ലം നടന്നു, കൊച്ചിയിൽ നടന്നു, കോഴിക്കോട് നടന്നു, കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്നു. ഇനി നമ്മൾ അടുത്തൊരു ജില്ലയിലേക്ക് ഈ ഒരു വ്യത്യസ്തകളുടെ രാഷ്ട്രീയം പറയുന്ന ഒരു മൂവ്മെന്റ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളായിട്ട് ബന്ധപ്പെടുക. ഈ ഒരു curepaikedkerala@gmail.com എന്ന് പറഞ്ഞിട്ടുള്ള മെയിലിലേക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കായിട്ടും ഇല്ലെങ്കിൽ നേരിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഗതി ഉണ്ടാക്കാൻ. രഞ്ജിനി പറയൂ, എന്തൊക്കെയാണ് ഇനി സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സമൂഹത്തിൽ നിന്ന് എനിക്കിപ്പം വീട്ടിൽ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് ട്രിവാൻഡ്രത്ത് തന്നെ, അല്ല ഈ നാട് വിട്ടു പോയി ഒരു കാര്യവും സാധിക്കാൻ എനിക്കില്ല. ഈ നാട്ടിൽ നമ്മൾ അംഗീകരിച്ച് ഈ വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മൾ അനുഭവിച്ച ദുഃഖം അവർക്കുണ്ടാവാൻ പാടില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ ഈ നിർബന്ധിത വിവാഹം, ഞാൻ TG ആണ്, എനിക്ക് വിവാഹം വേണ്ട എന്ന് അവർ കുടുംബത്തിൽ അവർ തുറന്ന് പറഞ്ഞ് ഈ നിർബന്ധിത വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടി ഇല്ലാതാക്കാതെ അവരെ ഇഷ്ടത്തിന് അവരെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിടണം എന്നാണ്. അതിനൊക്കെ വേണ്ടിയാണ് ഇനി ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റിയുടെ ഒരു പ്രസിഡന്റ് എന്നുള്ള ലേബലിൽ എൻ്റെ ഒരു പ്രവർത്തനം. പിന്നെ ഞാൻ സാരി ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയാണ് ഇഷ്ടം. അപ്പോൾ ഈ അമ്മ മകളെന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്. സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ മകളെന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങൾക്ക് സാരി ഉടുത്ത് നടക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പം ഞങ്ങൾ പോയി ചേർന്നതാണ് നാഗർകോവിൽ. അമ്മയുടെ പേരാ ലൗലിയമ്മ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും വൈകായികയോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസോ ഹോസ്പിറ്റൽ കേസോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഓർഗനൈസേഷൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. ഹോസ്പിറ്റൽ കാര്യത്തിന് ആളായിട്ട് അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ, നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫണ്ട് ഞങ്ങൾക്ക് കുറവാണ്. ഞങ്ങളുടെ ഓർഗനൈസേഷന് ഫണ്ട് സ്വരൂപിച്ച് നല്ല നല്ല കാര്യങ്ങൾ ഇനി മുമ്പോട്ട് ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങളിൽ ആരെങ്കിലും പാട്ട് പാടുമോ? ദഹലീസ് പേ മേരേ ദിൽ കി ജോ രഖേ ഹൈ തൂനെ കദം, തേരെ നാം പേ മേരി ജിന്ദഗി ലിഖ ദി മേരെ ഹംദം, സിखा मैंने जीना जीना कैसे जीना, सिखा मैंने जीना मेरे हमदम, न सीखा कभी जीना जीना कैसे जीना, न सीखा कभी तेरे बिना हमदम. ഒരു പാട്ടിട്ടാ നിങ്ങളെല്ലാം ഡാൻസ് കളിച്ച് കാണിച്ചു തരുമോ? ഓ എന്തൊരു സന്തോഷം എല്ലാവർക്കും.